ജോൺ മാസ്റ്റർ ഉണ്ടോ? തോങ്കേർക്ക് വരൂ ഡോക്ടർ. സംശയിക്കേണ്ട, ഞാൻ തന്നെയാണ് ജോൺ മാസ്റ്റർ. ഞാൻ പെട്ടെന്ന് ഇറ്റ്സ് ഫൈൻ. എന്നോട് ജെയിൻ പറഞ്ഞത് ഡോക്ടർ രാത്രി വരുമെന്നാണ്. അപ്പം ഞാനൊരു 7-8 മണിക്കൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. നോർമലി എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ കൺസൾട്ടേഷൻ ഉണ്ട് കുറച്ചു നേരം. അതും കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. ഓ, പിന്നെ വിചാരിച്ച് ലേറ്റ് ആക്കണ്ടെന്ന്. ഐ യു ബിസി റൈറ്റ് നൗ? നോ ഇഷ്യൂസ്. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഷോ. വൈ ഡോണ്ട് യു റിലാക്സ് ഫോർ എ വൈൽ? ഓക്കെ. അവിടെ കുറച്ച് നേരം ഇരുന്നോളൂ. ഓക്കെ. Can you believe it, doctor? It's not a real plant. It's a well-made artificial one. Oh, is it? It's beautiful. ഒറ്റ നടത്തി ഒറിജിനൽ ആണെന്നേ ഫീൽ ചെയ്യൂ. Exactly. ഡോക്ടർ കണ്ട ഡ്രീം പോലെ, isn't it? ഡ്രീമോ? Have you heard about lucid dreaming? ടേം കേട്ടിട്ടുണ്ട്, ബട്ട് ഐ എം നോട്ട് ഷുവർ വാട്ട് ഇറ്റ് ഈസ്. Okay, let me explain that to you. നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ടല്ലോ. ഉറക്കത്തിന്റെ ഡെപ്തിനനുസരിച്ച് ചിലത് നമ്മൾ ഓർക്കാറുണ്ട്, ചിലത് നമ്മൾ തീരെ ഓർക്കില്ല. ഈ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ സ്വപ്നത്തിന്റെ അകത്താണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ലൂസിഡ് ഡ്രീമിംഗ്. ഇത് വളരെ വളരെ റെയറായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ, ലൈക്ക് ഇഫ് യു റിയലൈസ് ദാറ്റ് യു ആർ ഡ്രീമിംഗ് when you are within a dream, then you can completely control that dream. ആ ഡ്രീം മാത്രമല്ല, ആ ഡ്രീമിൻ്റെ അകത്തുള്ള ഓരോ ഇവൻറ്റും സ്വപ്നം കാണുന്നയാളുടെ ഭാവനയ്ക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതൊരു കലയാണ്, എ വെരി റെയർ ടാലൻറ്റ്. ഇത് എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നോട്ട് അറ്റ് ഓൾ. ഇറ്റ്സ് ആക്ച്വലി എ വെരി ടഫ് പ്രോസസ്. സി, നമ്മൾ ദിവസേന കാണുന്ന സ്വപ്നങ്ങൾ മുഴുവൻ ഡേറ്റ് ഒക്കെ വെച്ച് ഒരു ഡയറി പോലെ എഴുതി വെക്കുകയാണെങ്കിൽ, ആഫ്റ്റർ എ സർട്ടൻ ടൈം, മേ ബി ആഫ്റ്റർ എ കപ്പിൾ ഓഫ് മന്ത്സ്, ആ എഴുതി വെച്ച ഡ്രീം ജേണലിലൂടെ മുഴുവൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്വപ്നങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളും ചില പ്രത്യേക ആൾക്കാരും ഇടയ്ക്കിടെ റിപ്പീറ്റഡായി കയറി വരുന്നുണ്ടെന്ന്. ആ കോമൺ പോയിന്റ്സിനെ നമ്മൾ ഡ്രീം സയൻസ് എന്ന് പറയും. ലെറ്റ് സപ്പോസ് ഡോക്ടറുടെ ഡ്രീം സയൻസ് പണ്ട് പഠിച്ചിരുന്ന സ്കൂളിലെ ഒരു ക്ലാസ് റൂമോ പഴയ നാട്ടുവഴിയിലെ ഒരു കടയോ ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ അവിടെ ചെന്ന് മനസ്സൊക്കെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാക്കി ഞാൻ സ്വപ്നത്തിലല്ലേ എന്ന് സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ സ്വപ്നങ്ങളിൽ ഇതേ സ്ഥലങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും നമ്മൾ സ്വപ്നത്തിലാണെന്ന്. അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം വി ഹാവ് അറ്റൈൻഡ് ലൂസിഡിറ്റി. പറയാൻ ഇതൊക്കെ എളുപ്പമാണെങ്കിലും ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എൻ ഈസി പ്രോസസ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇവിടെ മാസ്റ്റർ പറയുന്ന പോലെ, ഇഫ് ഐ വാസ് പാർട്ട് ഓഫ് ലൂസിഡ് ഡ്രീം, ദെൻ വൈ വാസന്റ് ഐ അവെയർ ഓഫ് ഇറ്റ്? ഇപ്പോഴും കണ്ടതെല്ലാം സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഈ റിയാലിറ്റി പോലെ തന്നെ ഒറിജിനലായിരുന്നു ആ ഈവൻസ് മുഴുവനും. ദാറ്റ്സ് എ ജെനുവിൻ ക്വസ്റ്റ്യൻ. ഇവിടെ ഡോക്ടറുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻഫാക്റ്റ് അതൊരു വലിയ കുരുക്കാണ്. എത്ര കഴിക്കാൻ ശ്രമിച്ചാലും പിന്നെയും മുറുകുന്ന ഒരു കുരുക്ക്. വാട്ട് ഇസ് ഇറ്റ്? നിങ്ങളുടെ സ്റ്റോറി മുഴുവൻ കേട്ടിടത്തോളം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഈസ്, ഡോക്ടർ ചെന്ന് പെട്ടിരിക്കുന്നത് ഡോക്ടറുടെ ഡ്രീമിലല്ല. ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ 2 പേര് ഷെയർ ചെയ്തൊരു ഡ്രീം സ്പേസിലേക്ക് ക്ഷണിക്കപ്പെടാതെ അതിഥിയായി ചെന്നെത്തിയതാണ് നിങ്ങൾ. സോ യു ആർ പാർട്ട് ഓഫ് ദാറ്റ് ഡ്രീം, ബട്ട് that was not your dream. അങ്ങനെയാണെങ്കിൽ അത് ആരുടെ ഡ്രീം ആയിരിക്കും? പോസിബിളി ഡോക്ടർ അവിടെ കണ്ടു എന്ന് പറയുന്ന 2 കുട്ടികൾ അവരിൽ ആരുടെയെങ്കിലും ആയിരിക്കാം. ആരാണെങ്കിലും അവർക്കിവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് വൺ തിങ് ഈസ് ഫോർ ഷുവർ, ദാറ്റ് പേഴ്സൺ ഈസ് അലൈവ് സംവെയർ. ഡോക്ടർ കാണുന്ന സ്വപ്നങ്ങളൊക്കെയും ഈ ഡ്രീം ഇനീഷ്യേറ്റ് ചെയ്ത ആളുടെ സബ് കോൺഷ്യസ് ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്, ടു ഫൈൻഡ് ഔട്ട് വെർ ദാറ്റ് പേഴ്സൺ ഈസ്. ദ ക്വസ്റ്റ്യൻ ഇസ് വൈ മീ? അതിനുള്ള ഉത്തരം ആ ഡ്രീമിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ. ആദ്യം ഡോക്ടർ ഡ്രീമിൽ കണ്ട ആൾക്കാർ ആരാണെന്നും അവരുടെ ഇപ്പോഴത്തെ ഐഡന്റിറ്റി എന്താണെന്നും കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു അന്വേഷണം നടത്താനുള്ള വല്ല ലീഡും ഡോക്ടറുടെ കയ്യിൽ ഇപ്പോഴുണ്ടോ?
അമീർ. അങ്ങനെ ഒരു ഇൻപുട്ട് മാത്രമാണ് എൻ്റെ ഉള്ളത്. You should work on it. It could be very useful. I'll do that, master. Thank you. ഡോക്ടർ, ഈ ഡ്രീം ആര് ഇനീഷ്യേറ്റ് ചെയ്താണെങ്കിലും ആ ആളുടെ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ യു വിൽ എക്സ്പീരിയൻസ് റിക്കറിംഗ് എപ്പിസോഡ്സ് ഓഫ് ഡ്രീംസ്. സോ ബിവെയർ ഓഫ് യുവർ ഡ്രീംസ്. Sure.